ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ് ഒരു സജസ്റ്റഡ് ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴാണ് അവർ വരുന്നത്, ഏത് ടൈമിലാണ് അവർ വരുന്നത്, എത്ര കാലം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, ഇതും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ നോക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ആരെങ്കിലും ഫേസ്ബുക്കിലെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാനായിട്ട് ഇടയാവുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു റീഡിങ്ങിൽ ഇൻക്ലൂഡായിട്ട് വരാനായിട്ട് പ്രാർത്ഥിക്കുക. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മനസ്സ് വിചാരിക്കുക, എൻ്റെ പേഴ്സൺ എന്നിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു കാര്യം യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ എപ്പോഴാണ് അവർ എൻ്റെ അടുത്തേക്ക് വരിക, ഞാൻ എത്ര നാൾ അവർക്ക് വേണ്ടി കാത്തിരിക്കണം, എക്സാക്റ്റ് ഒരു ടൈം യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുമോ എന്ന് നോക്കാം. അതുപോലെ തന്നെ ഇനി ആ ഒരു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ടോ, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 10 of Wands ഒരു കാർഡാണ്. നൈറ്റ് ഓഫ് കപ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടെമ്പറൻസ് കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, മാൻ ഓഫ് സോഡ്സ്. ഓക്കെ, 5 of Pentacles റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. നൈൻ ഓഫ് കപ്സ്, 6 of Cups, 3 of Pentacles, The Magician കാർഡ് വന്നിട്ടുണ്ട്. 2 of Pentacles, 4 of Pentacles, ജസ്റ്റിസ് കാർഡ്. അപ്പോൾ ഇത്രയും കാർഡുകളാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്കിനി മാസ്റ്റർ കാർഡും കൂടി നോക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ ഏറ്റവും ശക്തമായിട്ട് നമുക്ക് കാണുന്നത് 5 of Pentacles റിവേഴ്സ് കാണാനായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 6 of Cups, നൈറ്റ് ഓഫ് കപ്സ്, ഈ 3 കാർഡുകളാണ്. ഇത് സാധാരണയായി അകന്നു പോയ ഒരാൾ വീണ്ടും ഒരു റീകണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെയും പഴയ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ആ ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടാകുന്നതിൻ്റെയും സൂചനകളാണ്. അപ്പോൾ 6 of Cups എന്ന് പറയുമ്പോഴത്തേക്കും പാസ്റ്റിൽ നിങ്ങളുമായിട്ട്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി സെപ്പറേഷനിലായിരിക്കും അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലൊക്കെ ആകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ പാസ്റ്റിലെ ആ ഒരു പഴയ ഓർമ്മകൾ, നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു ഓർമ്മകൾ, പഴയ ആ ഒരു സ്നേഹം, ഒരു അൺഫിനിഷ്ഡ് ആകാത്ത, അവസാനിക്കാത്ത ആ ഒരു ഇമോഷൻസ്, അതെല്ലാം തന്നെ ഈ ഒരു വ്യക്തിയിൽ ഇപ്പോഴും നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ കാർഡ് വരുമ്പോഴത്തേക്കും ഒരു ഫീലിങ്സ്, അതായത് മെസ്സേജ് ആയിട്ട് നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ അവരുടെ വികാരങ്ങൾ നിങ്ങൾ അറിയണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. ഒത്തിരി ഫീലിങ്സുകൾ നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ ഒരു അപ്പോളജി കാണാൻ പറ്റുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അപ്പോളജി, ഒരു ക്ഷമ പറയുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പോൾ ഇത് ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം. ആ ഒരു പേഴ്സൺ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ക്ഷമ ചോദിക്കുന്ന ഒരു നൈറ്റ് ഓഫ് കപ്സിന്റെ ഒരു എനർജി അങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ റൊമാൻറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് വേണം, വീണ്ടും വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർക്ക് ആ ഒരു മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ 5 of Pentacles റിവേഴ്സ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ സെപ്പറേഷനിൽ നിന്ന് പുറത്തു വരാനുള്ളൊരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വീൽ ഓഫ് ഫോർച്യൂണിലേക്ക് വരുമ്പോൾ ഈ സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ് എല്ലാം മാറുന്നു. അപ്പോൾ സിറ്റുവേഷൻസ് മൂലം മാറി നിൽക്കുന്ന കുറേ ആളുകൾ ഉണ്ടാകാം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻസ് മൂലം ആരെങ്കിലും ഒക്കെ മാറി നിൽക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം ക്ലിയർ ചെയ്ത് ഓക്കെ ആയി ആ ഒരു സാഹചര്യങ്ങൾ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ അതാണ് കാണിച്ചു തരുന്നത്. അപ്പം ഇത് കണ്ടാൽ അവർ പൂർണ്ണമായിട്ടും നിങ്ങളെ മറന്നുപോയി എന്നതല്ല, മറിച്ച് ആ ഒരു പഴയ ബന്ധത്തെക്കുറിച്ച് ഇപ്പോഴും ചിന്തിക്കുന്ന എനർജീസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഇതാണ് നമുക്കിവിടെ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളതിൻ്റെ നമുക്ക് നോക്കുമ്പോൾ. പിന്നെ ഇപ്പോൾ അവരുടെ ഒരു അവസ്ഥ എന്താണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 10 ഓഫ് വൺസ് കാണുന്നുണ്ട്, അതുപോലെ 9 ഓഫ് സോൾസ് ഉണ്ട്, 2 ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. ഈ 3 കാർഡുകൾ എടുക്കാം. ഇവരിപ്പോൾ ഇമോഷണലി കുറച്ച് ഓവർലോഡഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഇവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. കാരണം ഇവരൊത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു പേഴ്സണായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ചിലപ്പോൾ കുടുംബത്തിലുള്ള ഫാമിലിയിലെ ജോലികളാകാം, അല്ലെങ്കിൽ അവര് ഫാമിലിയിലെ പ്രശ്നങ്ങളാകാം, ഫാമിലിയിൽ ഈ റിലേഷൻഷിപ്പ് അല്ലാതെ മറ്റു പല പ്രശ്നങ്ങളും അവർക്ക് ഉണ്ടാകാം. ആ ഒരു പ്രശ്നങ്ങളൊക്കെ അവർ ഹാൻഡിൽ ചെയ്യുന്നു. അതൊരു ബേർഡൻ പോലെ അവർ കൊണ്ടെടുക്കുന്നുണ്ട്. കുറെ ആളുകൾക്കാണെങ്കിൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ജോലിയിലുള്ള പ്രഷർ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ചുമക്കുന്ന ഒരു പേഴ്സൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെതായിട്ടുള്ള മെന്റൽ സ്ട്രെസ് അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് എപ്പോഴും ഉത്തരവാദിത്തങ്ങൾ കൂടുന്നു, മെന്റൽ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അവരുടെ ഡിസിഷൻസ് എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും. അവർക്ക് കറക്റ്റ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡിസിഷൻ കൺഫ്യൂഷനും നമുക്ക് പറയാൻ പറ്റും. ഇത് കാരണം അവർക്ക് മുന്നോട്ട് വരാനായിട്ട്, നിങ്ങളിലേക്ക് വരാനായിട്ട് വൈകുന്നു എന്നുള്ളതാണ്. അപ്പോൾ വൈകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർ വരും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലേ. പിന്നെ 9 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഒരു ഗിൽറ്റ്, റിഗ്രറ്റ്, ഓവർ തിങ്കിങ് ഇതിനെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം രാത്രി സമയങ്ങളിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ ഒരു വ്യക്തി അധികമായിട്ട് ആലോചിക്കുന്ന എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് അവർ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ, ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത്, അല്ലെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലല്ലായിരുന്നു, ഞാൻ വേറൊരു രീതിയിൽ എനിക്കത് ഹാൻഡിൽ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് പെരുമാറാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു നല്ല രീതിയിൽ സംസാരിക്കാമായിരുന്നു, ആ സിറ്റുവേഷൻ അത്രയും ഒരു മോശത്തിലേക്ക് കൊണ്ടുപോകണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ സ്വന്തം പ്രവൃത്തികളെ അവർ വിലയിരുത്തുന്നു. ഇവിടെ ജസ്റ്റിസ് കാർഡ് വരുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ചെയ്ത കാര്യങ്ങളുടെ ആ ഒരു ഫലത്തെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പം എൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് മിസ്റ്റേക്കുകൾ വന്നു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പോൾ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് എന്നൊക്കെ അവർക്ക് നല്ല രീതിയിൽ അറിയാം. അപ്പോൾ നഷ്ടപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് തിരികെ ശരിയാക്കാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷനിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു ശ്രമം, അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതേസമയം തന്നെ ഇത് അവർ തീർച്ചയായും ഈ ഒരു കുറ്റബോധത്തിൽ പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ടാരോട്ട് റീഡിങ്ങിൽ കാണുന്നത് ശരിക്കും ഇവിടെ ഒരു ഗിൽറ്റ്, റിഗ്രറ്റ്, നൊസ്റ്റാൾജിയ, ഇമോഷണൽ ബേർഡൻ, ഇതെല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 9 ഓഫ് സോൾസും അതുപോലെ ജസ്റ്റിസ് കാർഡും വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ചെയ്ത ചില കാര്യങ്ങൾ ശരിയായിരുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവര് ഈ ഒരു, അതായത് നിങ്ങളെ ഈ ഒരു പേഴ്സൺ വേദനിപ്പിച്ചിട്ടുണ്ടോ, അവരെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ, വേദനിപ്പിച്ചത് കഷ്ടമായി എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. കാര്യങ്ങൾ വേറൊരു രീതിയിലായി മാറ്റാൻ എന്നെ കൊണ്ട് പറ്റുമായിരുന്നു, പക്ഷെ എങ്കിലും ഞാൻ അത് ആ ഒരു വഴി തിരഞ്ഞെടുത്തില്ല, എന്തുകൊണ്ട് ഞാനത് തിരഞ്ഞെടുത്തില്ല എന്നൊക്കെ അവരെ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള ചിന്തകളിലൂടെയൊക്കെ അവർ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഗിൽറ്റിനേക്കാൾ ശക്തമായിട്ട് നമുക്ക് കാണുന്ന ഒരു മിസ് ഫീലിംഗ് ആണ്, മിസ് ചെയ്യലുണ്ട് 6 ഓഫ് സോൾസ് വന്നിട്ടുള്ളതുകൊണ്ട്. അപ്പൊ ഇമോഷണൽ അറ്റാച്ച്മെന്റ് നല്ല രീതിയിൽ നിങ്ങളോടുണ്ട്, റീകണക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് നമുക്ക് 4 ഓഫ് പെന്റക്കിൾസ് പറഞ്ഞിരുന്നത്. നൈറ്റ് ഓഫ് കപ്സും കൂടെ വരുമ്പോഴത്തേക്കും അത് ഒരു പൂർണ്ണതയിൽ എത്തുന്നു എന്നുള്ളതാണ്. അപ്പം അതിനായി ഈ ഒരു ത്രെഡിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അവർക്ക് നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളിലേക്ക് വരാനായിട്ട് അവർക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് ചില ഗിൽറ്റ്, റിഗ്രറ്റ് ഫീലിങ്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. എന്നാൽ അത് മാത്രമല്ല, നിങ്ങളെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ, നല്ല ഹാപ്പി ആയിട്ടുള്ള ഓർമ്മകളും ഫീലിങ്സുകളും അറ്റാച്ച്മെന്റും ഒക്കെ അതിനോടൊപ്പം തന്നെ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. അപ്പം ഇവര് ഇപ്പൊ നിങ്ങളെ വേണ്ടാന്ന് വെച്ച് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ തന്നെ ആയിട്ട് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ മ്യൂച്വലായിട്ട് ഒരു തീരുമാനം എടുത്ത് മാറി സെപ്പറേഷനിലേക്ക് പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് പൊക്കോട്ടെ, അവർ ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ടാകും. എങ്ങനെയാണെങ്കിലും ഈ ഒരു പേഴ്സൺ എന്തുകൊണ്ടാണ് ഇപ്പൊ തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ കാണുന്നത് നിങ്ങളോടൊപ്പമുള്ള ആ ഒരു പഴയ ഓർമ്മകൾ അവർക്ക് വിട്ടുകളയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിൽ നിന്ന് മുന്നോട്ടേക്ക് പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവർ പരമാവധി ശ്രമിച്ചു നോക്കി ഈ ഒരു റിലേഷൻഷിപ്പും ഇതിന്റെ ഓർമ്മകളും മറന്നിട്ട് പുതിയൊരു ലൈഫിലേക്ക് പോകാനായിട്ട് അവർ ഒത്തിരി ശ്രമിച്ചു, പക്ഷെ അവർക്കത് കഴിയുന്നില്ല. അപ്പൊ നിങ്ങൾ അവർക്ക് ഒരു ഇമോഷണൽ കംഫോർട്ട് ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതായത് എന്ത് പ്രശ്നം വന്നാലും, അല്ലെങ്കിൽ ഇമോഷണലി അവർക്ക് ലാസ്റ്റ് ഒരു പ്രോബ്ലം വരികയോ വിഷമം വരികയോ അങ്ങനെ എന്ത് വന്നാലും നിങ്ങളുടെ ഒരു പ്രസൻസ്, ഇപ്പൊ നിങ്ങൾ പോട്ടെ സാരമില്ല എന്ന് കൂടി പറയുന്നില്ല എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കൂടി നിങ്ങളുടെ ഒരു പ്രസൻസ് അവർക്കൊരു കംഫോർട്ട് നൽകിയിരുന്നു എന്ന് ആ ഒരു കാര്യമൊക്കെ അവരിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ 4 ഓഫ് പെന്റക്കിൾസ് കാണിക്കുന്നത് അവരിപ്പോഴും ഈ ഒരു കണക്ഷൻ കംപ്ലീറ്റ്ലി റിലീസ് ചെയ്ത് കളഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിപ്പോഴും ആ ഒരു കണക്ഷൻ, ആ ഒരു ബോണ്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അവർ പുറമേ കുറച്ച് ഡിറ്റാച്ച്ഡ് ആയി തോന്നിയാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു നിങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് അവർക്കുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഇനി അവർ വരാനായിട്ടുള്ള ഒരു സാധ്യതയുള്ളത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ ഒരു എക്സാക്റ്റ് ഡേറ്റ് പറയില്ല, പക്ഷെ
കാർഡ്സിൽ ടൈമിങ് നോക്കുമ്പോൾ ടെമ്പറൻസ് ഉണ്ട്, ജസ്റ്റിസ് ഉണ്ട്, വിൽ ഓഫ് വാച്ച് ഉണ്ട്. ഈ 3 കാർഡുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു സ്ലോ ആയിട്ടുള്ള കാർഡാണ്, ഒരു സ്ലോ പ്രോസസ്സിങ്ങിനാണ് ഇത് കാണിക്കുന്നത്. അപ്പം ഈ ഒരു സ്പ്രെഡിൽ എനർജി വളരെ ഗ്രാജുവൽ ആണ്, സഡൻ അല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ടൈമായിട്ട് നമുക്കിപ്പോൾ ഒരു 2 മുതൽ 6 മാസം വരെയുള്ള ഒരു കാലയളവിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു റീകണക്റ്റിനുള്ള ശ്രമം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയാൻ പറ്റും. ടെമ്പറൻസ് കാരണം കാര്യങ്ങൾ ഒരു നാച്ചുറൽ ഫേസിലേക്ക്, അതായത് ഒരു ഗ്രാജുവൽ ആയിട്ട് അങ്ങനെ പോയി അത് കഴിഞ്ഞ് ഒരു ഹീലിംഗ്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണും ഒരു ഹീലിംഗ് ഒക്കെ അത്യാവശ്യമാണ്. ആ ഒരു സ്റ്റേജ്, ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ആ ഒരു സമയം അതിന് വേണ്ടിയിട്ടായിട്ട് യൂണിവേഴ്സ് തന്നെ ഒരുക്കി പിന്നെ ഗ്രാജുവലി വീണ്ടും ആ ഒരു ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിവർന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് പോകും എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അതാണ് ടെമ്പറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ സ്ലോ ആയിട്ടായിരിക്കും പ്രോഗ്രസ് ഉണ്ടാവുക, എങ്കിൽ കൂടി ആ പ്രോഗ്രസ് വളരെ കറക്റ്റ് ആയിട്ട് സ്റ്റേബിൾ ഉള്ളതായിരിക്കും. പിന്നെ വിൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് ടൈമിംഗ്, ഡിവൈൻ ടൈമിംഗ് ആണ് പറയുന്നത്. ഒരു ഡിവൈൻ ടൈം ആകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിവൈൻ ടൈം വരും. ആ ഒരു ഡിവൈൻ ടൈമിനോടാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ റീയൂണിയൻ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച എന്നൊരു എനർജി ഇവിടെ നമുക്ക് കാണുന്നതേ ഇല്ല. അതാണ് നമുക്കിവിടെ പറയാനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് പറയാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ സഡൻ ആയിട്ട് ഇങ്ങനെ നടക്കും എന്ന് പറയാനായിട്ട് പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരു 2 months അല്ലെങ്കിൽ ഒരു 6 monthsനുള്ളിൽ ഇത് നടക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. പിന്നെ റിലേഷൻഷിപ്പ് വീണ്ടും നോർമലിലേക്ക് പോകുമോ എന്ന് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 3 of Pentacles ഉണ്ട്, അതുപോലെ ജസ്റ്റിസ് കാർഡ് ഉണ്ട്. അപ്പം ഇത് വളരെ ഒരു പോസിറ്റീവ് കാർഡുകൾ തന്നെയാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, റിലേഷൻഷിപ്പ് പഴയ രൂപത്തിൽ തിരികെ വരില്ല, പുതിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരു സെപ്പറേഷൻ വന്നു കഴിയുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. അവരില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നതെന്നും നിങ്ങളില്ലാതെ അവരെങ്ങനെയാണ് ഉണ്ടായിരുന്നതെന്നൊക്കെ. അപ്പൊ അതിൽ നിന്നൊക്കെ ഒത്തിരി എക്സ്പീരിയൻസസുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പുതിയ അണ്ടർസ്റ്റാൻഡിങ്, പുതിയ ബൗണ്ടറീസ്, മ്യൂച്വൽ എഫേർട്ട്, ഇതൊക്കെ ഇതിലേക്ക് വരും എന്നാണ് നമുക്കിവിടെ ജസ്റ്റിസ് കാർഡ് പറഞ്ഞിരുന്നത്. അപ്പം രണ്ടുപേരും തങ്ങളുടെ ആ ഒരു ഭാഗത്തെ അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടിലെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോഴാണ് ഇവിടെ ബാലൻസ് തിരികെ വരിക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ അവിടെ തനിയെ ക്രിയേറ്റ് ആകും എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാകും. ഓക്കെ, പിന്നെ നമ്മളിവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമലിലേക്ക് വരാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് തന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 10 of Wands നമുക്ക് എടുക്കാം. ഇവിടെ 10 of Wands വഴി യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു കണക്ഷന്റെ മുഴുവൻ ഭാരവും ഒറ്റയ്ക്ക് വഹിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാം. അതായത് കണക്ഷന്റെ മുഴുവൻ ഭാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ആ പേഴ്സൺ വരുന്നില്ല, അയ്യോ ആ പേഴ്സൺ വിഷമമായിരിക്കുമോ, അല്ലെങ്കിൽ ആ പേഴ്സൺ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ അവർ സോൾവ് ചെയ്തോ, ഇങ്ങനെ ആ ഒരു വ്യക്തിയും ആ റിലേഷൻഷിപ്പിനെയും കുറിച്ച് മാത്രം നിങ്ങൾ മാത്രം ഇങ്ങനെ ഈ ഒരു കാര്യം ചുമന്നുകൊണ്ട് പോകുക, അല്ലെങ്കിൽ ഞാനൊരു ആക്ഷൻ എടുത്തിട്ട് അങ്ങോട്ട് പോയാലോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ. അപ്പോൾ നിങ്ങൾ മാത്രമാണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ആ ഒരു ഭാരം ചുമക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ചേസിങ് നിങ്ങൾ നിർത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ യൂണിവേഴ്സ് നമുക്കിവിടെ പറയുന്നത്. സെക്കൻഡ് ഗൈഡൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ടെമ്പറൻസ് കാർഡാണ്. ഇവിടെ പേഷ്യൻസ് പ്രധാനമാണ്. ഞാൻ പറഞ്ഞു ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ് നിലനിർത്തുക, വേഗത്തിൽ റിസൾട്ട് വേണമെന്നൊരു ആഗ്രഹം ആ ഒരു എനർജിയെ ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു പേഴ്സന്റെ സ്നേഹത്തിന്റെ ഫ്ലോ ഉണ്ടല്ലോ, ആ ഒരു ഫ്ലോയെ ഈ ഒരു വേഗത്തിൽ റിസൾട്ട് വേണം എന്നുള്ള നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ ചിന്തകൾ അതിനെ ബ്ലോക്ക് ചെയ്യും എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അപ്പൊ പേഷ്യൻസ്, ക്ഷമ ഒത്തിരി ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്കിവിടെ 9 of Cups വഴി യൂണിവേഴ്സ് പറഞ്ഞിരുന്നു ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഫുൾഫിൽമെന്റ് ആണ്. അവർ വരുമോ എന്നതിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുക എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞത്. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത്, നിങ്ങളുടെ ഹാപ്പിനെസ്, കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കിയിട്ട് എന്ത് കാര്യം ചെയ്താലാണ് ഞാൻ ഹാപ്പി ആകുക എന്ന് ചിന്തിച്ചിട്ട് ആ ഒരു ചെറിയ കാര്യം, ചിലപ്പോൾ ഞാൻ തന്നെ എനിക്ക് ഒരു ചെറിയ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാം, അപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ്. അതുപോലെ അല്ലെങ്കിൽ എനിക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം എനിക്ക് ഇഷ്ടമാണ്, ഞാൻ തന്നെ അത് വാങ്ങി എനിക്ക് നൽകുമ്പോൾ ഞാൻ എന്നെ തന്നെ ട്രീറ്റ് ചെയ്യും, ഞാൻ അതൊരു ഹാപ്പി ആകാൻ ചെയ്യാണ്. അപ്പൊ അതുപോലെയുള്ള ചെറിയ ചെറിയ ഹാപ്പിനെസ്, ചിലർക്ക് ചില ഹോബികളായിരിക്കാം, ചിലർക്ക് വായനയായിരിക്കാം, അങ്ങനെ എന്ത് തന്നെയായാലും ആ ഒരു ഹാപ്പിനെസ് എന്താണ് എന്ന് കണ്ടെത്തി അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും കാര്യങ്ങളൊക്കെ തിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുവഴി പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കുക. പിന്നെ കാരിയറിലേക്ക് ശ്രദ്ധിക്കുക, കാരിയർ നല്ലതായിട്ട് ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഹെൽത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിലേക്കൊക്കെ ശ്രദ്ധ കൊടുക്കാനാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ സെൽഫ് ഫുൾഫിൽമെന്റ് ഉണ്ടാക്കിയെടുക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ തന്നെ നോക്കിയിട്ട് വെൽ ഡൺ എന്ന് പറയാനുള്ള ഒരു സെറ്റപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. 9 of Cups അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്.
പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് നിങ്ങൾ തയ്യാറാകണം. കാരണം നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇനി ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ ഒരു ഈഗോ ബാറ്റിൽ ഉണ്ടാകരുത്. അതായത് ഈഗോ മൂലം അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലുകളോ ഇതൊന്നും ഉണ്ടാകരുത്. അത് ഒഴിവാക്കി ഒരു മച്ചുറായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മജീഷ്യൻ കാർഡ് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പവർ ഉണ്ട്, പക്ഷെ ഫോഴ്സ് ചെയ്യാനുള്ള പവർ അല്ലാതെ എന്നുള്ളതാണ് മജീഷ്യൻ കാർഡ് നമുക്കവിടെ പറഞ്ഞു തരുന്നത്. അപ്പം ഫൈനൽ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫൈനൽ ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സ്പ്രെഡിൽ തിരികെ വരാനുള്ള വളരെയധികം സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് പറയാൻ പറ്റും. കാരണം 6 ഓഫ് കപ്സ് ഉണ്ട്, നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്, 5 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ഉണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. ഈ കാർഡുകളെല്ലാം തന്നെ നിങ്ങളുടെ പേഴ്സണുകളിലേക്ക് തിരികെ വരാനുള്ള ചാൻസസ് ആണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ എല്ലാം ഈ കാർഡുകളെല്ലാം ഒരു റീയൂണിയൻ, റീകണക്ഷൻ എനർജിയൊക്കെ ശക്തമാക്കുന്ന കാർഡുകളാണ്. എന്നാൽ അതിനുശേഷം നമുക്കിവിടെ ഒരു ടെമ്പറൻസ് കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു ടെമ്പറൻസ് കാർഡ് എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, അവരെ വേഗത്തിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. ആ ഒരു സമയം തൻ്റെ ജോലി ചെയ്യട്ടെ എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഒരു സമയം, ആ ഒരു ഡിവൈൻ ടൈം, എന്തായാലും കുറച്ച് സമയം അവിടെ വേണം, ഒരു ഗ്യാപ്പ് വേണം. ആ ഒരു സമയത്തിനുള്ളിൽ എല്ലാം ഓക്കെ ആകും എന്നുള്ളതാണ്. ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, അവരെ കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് കൊണ്ട് അവരെ കാത്തിരിക്കരുത്. നിങ്ങളുടെ ശക്തിയിലേക്ക് തിരികെ വരുമ്പോൾ ഈ ഒരു കണക്ഷനും മുന്നോട്ട് നീങ്ങാനുള്ള വഴി തുറക്കും എന്ന് തന്നെയാണ്. അതായത് നിങ്ങളുടെ എല്ലാ പേഴ്സണൽ ഗ്രോത്ത് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളെ തന്നെ ഹാപ്പി ആയിട്ട് വെക്കാനും എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി നല്ല കോൺഫിഡൻസോടുകൂടി ഇരിക്കുന്ന സമയത്ത് ആ ഒരു ഫ്ലോ കുറച്ചുകൂടി സ്പീഡിലാകും എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളെ തന്നെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട്, സ്റ്റക്കാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ തന്നെ മുറിവേൽപ്പിച്ചുകൊണ്ട് ചിന്തകളിൽ മുഴുകി നിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ ആ ഒരു ഫ്ലോ കുറച്ച് സ്ലോ ആകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട് വളരെ കോൺഫിഡൻസോടെ കൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ ലാസ്റ്റ് ടൈം ഫൈനലായിട്ട് കിട്ടുന്ന ഗൈഡൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ലോയർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഡ്രോയിങ് കിട്ടുന്നുണ്ട്. ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. 1987 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. നമ്പർ 30 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 48 hours എന്ന് പറയുന്ന ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 48 കിട്ടുന്നുണ്ട്. സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ഇട്ടിട്ടുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സെക്കൻഡ് സ്റ്റഡ് ഇട്ടിട്ടുള്ള വ്യക്തിയായിരിക്കും. 1984 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്ലവേഴ്സ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. എബ്രോഡ് ആയിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എബ്രോഡുള്ള ഒരു വ്യക്തിയാകാനുള്ള ചാൻസസ് ഉണ്ട്. 6 days എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1982 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. അക്കൗണ്ടന്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 42 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 45 കിട്ടുന്നുണ്ട്. നമ്പർ 3 നമുക്ക് കിട്ടുന്നുണ്ട്. ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളായിരിക്കാം. സോഷ്യൽ വർക്കർ ആകാനുള്ള ചാൻസസ് ഉണ്ട്. 2 weeks എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമ്പർ 54 കിട്ടുന്നുണ്ട്. എക്സ്പെക്ട് മിറാക്കിൾസ്, നിങ്ങൾക്ക് ഒരു അത്ഭുതം പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. നമ്പർ 9 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യെസ്, പോസിബിൾ. എന്ത് കാര്യം വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഈ റീഡിങ് കണ്ടിട്ടുള്ളത്, ആ കാര്യം പോസിബിൾ ആണ് എന്ന യൂണിവേഴ്സ് ഇവിടെ നമുക്ക് ഡയറക്റ്റ് പറഞ്ഞിരുന്നുണ്ട്. നമ്പർ 44 നമുക്ക് കിട്ടുന്നുണ്ട്. നെയിൽ പോളിഷിനോടൊക്കെ ഒത്തിരി ക്രെഡിറ്റ്സ് ഉള്ള വ്യക്തികളാകാൻ ചാൻസസ് ഉണ്ട്. ബ്ലാക്ക് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. പോലീസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 23 നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലെറ്റർ C നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1989 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഒക്ടോബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടീച്ചർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ട് എഴുതാം. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിൽ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.